ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മടം തുരുത്തിലാണ്. തുരുത്തിലെത്തിയിട്ടില്ല, തുരുത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. ആക്ച്വലി ചില സമയങ്ങളിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. കാരണം വെള്ളം കയറുന്ന സമയമാണെങ്കിൽ പോകാൻ പറ്റില്ല. ധർമ്മടം തുരുത്ത് ഇവിടുന്ന് നടന്നു പോകാൻ പറ്റും. പക്ഷെ വേലിയേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, വെള്ളം കയറി കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ ഉള്ള ആകെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളൊരു കിണറുണ്ട്. ആ കിണർ ആക്ച്വലി ഇത് കടലിന് ചുറ്റി കിടക്കുന്ന സ്ഥലമാണ്. എന്നാലും ആ കിണറിൽ ഇപ്പോഴും നല്ല വെള്ളം കിട്ടുന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു തുരുത്താണിത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. നമ്മളിപ്പോൾ ആക്ച്വലി അടുത്തെത്താറായി. ഇതാണ് ധർമ്മടം തുരുത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിണർ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കാം. ഞാനും വൈഫും ഉണ്ട്. നടന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഉറപ്പില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഞാൻ പണ്ടൊരിക്കലും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, ഇപ്പം കണ്ടതായിരുന്നു ആക്ച്വലി. ഇതാണ് ആക്ച്വലി സ്ഥലം. കുറച്ച് വഴിയൊക്കെ മോശമായിട്ടുണ്ട് ഇവിടെ. ഞാൻ പണ്ടൊരിക്കൽ വന്നതായിരുന്നു ആക്ച്വലി. ഇപ്പം അതിലേക്കുള്ള വഴിയൊന്നും കാണാനില്ല ആക്ച്വലി. നമ്മൾ നടന്ന് കുറച്ച് കയറി നോക്കി, പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ ഇപ്പം ബ്ലോക്കായിട്ടാണുള്ളതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വല്ല ഇഷ്യൂസും വന്നതുകൊണ്ടാവണം. എന്തായാലും ഇവിടം വരെ കയറാനുള്ള വഴി കാണുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അടച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ആ തുരുത്തിൻ്റെ ഉള്ളിൽ. ആക്ച്വലി ഫുള്ള് കാട് പിടിച്ച് അടക്കുവാണ്. കാട് പിടിച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് അതിൻ്റെ തന്നെ നടുക്കുള്ളത്. നമ്മൾ അങ്ങനത്തെ കുറച്ച് സ്പോട്ടുകൾ അങ്ങോട്ടേക്ക് ഉണ്ട്, പക്ഷെ അവിടുന്ന് വേറെ വഴിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതാണ് ആക്ച്വലി ഒരാൾ നിരാശയായിട്ട് വരുന്നുണ്ട്, കാണാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ. ഇപ്പം പറയുന്ന കേട്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം നമ്മളിവിടെ ഇറങ്ങിയില്ലേ, നമ്മളൊന്നുമില്ല, ഈ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ഥലത്താണ്. അതിൽ കൂടിയാണ് വഴിയുള്ളത് കിണറിൻ്റെ അങ്ങോട്ടേക്കുള്ളതെന്നാണ് പറയുന്നത് കേട്ടത്. അറിയില്ല. പണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ബോട്ടിലായിരുന്നു. ഇവിടെയുള്ള ബോട്ട് കെട്ടിന്ന് കയറി ഇവിടെ ഇറക്കി തരുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി ഉണ്ടായിരുന്നത്.
ഇവിടുത്തെ ഈ പുഴയിൽ ചെറുതായൊന്ന് ബോട്ടിങ്ങിന് ഇറങ്ങി. ഇവിടെ ഉണ്ട് മൊബൈലിൽ കുത്തി കളിക്കുന്നു. വേറൊരു ഹൈലൈറ്റ് ഉണ്ട്, ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഒരാൾക്ക് 100 രൂപയാണ് പെർ ഹെഡ്. ഹായ്. പഞ്ചായത്തിൻ്റെ ഇടയിലാണ്. ഒന്ന് മുഴപ്പിലങ്ങാട് പഞ്ചായത്തും ഇത് ധർമ്മടം പഞ്ചായത്തും. ഇതാണ് ഈ കാണുന്നത്. ആക്ച്വലി മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലാസ്റ്റ് സൈഡാണ്. അതിപ്പോൾ കാണാനാണ് ഈ സൈഡ്. ഇങ്ങനെ നമ്മൾ താങ്ക് യു പറഞ്ഞ് ഏട്ടനോട് ഇറങ്ങി. വേറൊരു കുട്ടിയും അച്ഛനും അമ്മയായിട്ട് വേറൊരു ട്രിപ്പുമായിട്ട് ചേട്ടൻ്റെ വഴിയെ പോവാണ്. എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? പിന്നെ ഇതാണ് ആക്ച്വലി നമ്മുടെ തുരുത്ത് പാർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ബോട്ടിങ് പോയ സമയത്താണ് അറിഞ്ഞത് ധർമ്മടം തുരുത്തിൻ്റെ ഉള്ളിലുള്ള കിണറിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ഒരു ഗൈഡ് വെച്ചിട്ട് ഉള്ളൊരു പരിപാടി ഉണ്ട്. പക്ഷെ അതിന് 7 ആൾക്ക് 3000 അങ്ങനെ എത്രയാണ് പറഞ്ഞത് എമൗണ്ട്. അത് വഴി ഇത് തന്നെയാണ്, പക്ഷേ നമുക്ക് ബോട്ടിൽ പോയി ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകാനുള്ള വഴി എന്നാണ് പറഞ്ഞത്. അപ്പം അതിലേ പോയി അവിടുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കാട് പിടിച്ച് കിടക്കുകയാണെന്നാണ് പുള്ളിയും പറഞ്ഞത്. അത് അവരെ വൃത്തിയാക്കി അന്നേരം തന്നെ കാണിച്ചു തരിക ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻ്റായിട്ട് വീണ്ടും കാണാം.